ഹലോ ഓൾ. സോളോ ആയിട്ട് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള പിശുക്കുകളുണ്ടല്ലോ, അത് ഒഴിവാക്കുന്നത് വളരെ നന്നാവും. ഞാൻ മുമ്പ് മലാനയിലേക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പോൾ കസോളിൽ നിന്ന് ജരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി ജരിയിൽ നിന്ന് വേണം വണ്ടി പിടിച്ചിങ്ങാണ്ട്. അത് സാധാരണ രീതിയിൽ കാറോ ജീപ്പോ ആണ് ഉണ്ടാവുക. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് 700 രൂപയാണ് അവിടെ ഫീസ് എന്ന് വെച്ചാൽ നമ്മൾ മേലോട്ടേക്കുള്ള ട്രാവലിംഗ് ചാർജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറ്റ ലോക്കലേനും ആ രീതി അവിടെ കുറച്ച് ഞാൻ അങ്ങനത്തെ ഒരു സോളോ ട്രിപ്പിന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് പുതപ്പൊക്കെ വിൽക്കാൻ മലകൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പുതപ്പൊക്കെ വിൽക്കാൻ പോകുന്ന കുറച്ച് ടീമുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൂടെ കൂടി. നമ്മളൊരു മോഡ് അതാണ്, സോളോ ആകുമ്പോൾ ആരെങ്കിലും കൂടെ കൂടുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരെ കൂടെ കൂടി അവർക്ക് 100 രൂപയുള്ളൂ, ലോക്കൽസിന് 100 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വണ്ടി ഒപ്പിച്ച് പോയി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ അവിടത്തേക്ക് അവരോട് ഒരു 200 തരുമെന്ന് വെച്ച്. അപ്പോൾ ഓക്കെ, 700 കൊടുക്കുന്നവർക്ക് 200 കിട്ടി. അങ്ങനെ ഞങ്ങൾ മലാന എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ അവിടുന്ന് മലാന പോയിന്റിൽ നിന്ന് ഇറങ്ങിങ്ങാണ്ട് മലാന ഒരു സ്പോട്ടിലെത്തിയതിന് ശേഷം ഒരു ഗേറ്റ് കാരണം താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ അടുത്ത കുന്ന് കയറി മുകളിലേക്ക് എത്തണം, മലാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അത് പണ്ട് കാലത്ത് അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അലക്സാണ്ടറിൻ്റെ കാലത്ത് വന്ന ആര്യന്മാരാണ് പിന്നെ അവിടെ പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. മലാനയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ നമുക്ക് അങ്ങനെ ഇരിക്കാനോ തൊടാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല, ഭയങ്കര റെസ്ട്രിക്റ്റഡാണ്. അവർക്ക് എന്തൊരു കാശ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നിലത്ത് വെച്ച് കണ്ട് അവരെ എടുത്തുകൊണ്ടൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഞാൻ അവിടുന്ന് താഴത്ത് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ഹോട്ടലിലത്തെ ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് താഴത്ത് പോകാൻ വണ്ടി വേണ്ടേ, ഒരു ഡോക്ടർ ഉണ്ട്, അപ്പോൾ അയാളുമായിട്ട് ഷെയർ ചെയ്ത് പോയിക്കോളി. ഞാൻ ചോദിച്ചപ്പോൾ 700 രൂപ വന്നു. അപ്പോൾ ഞാൻ ഈ പയ്യന്മാർ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷേ ഇവന്മാർ വിടില്ല. ഇവന്മാർ പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ടൂറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ടൂറിസ്റ്റ് വണ്ടി തന്നെ പോകണം, അല്ലാണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തോളി, ഞാൻ അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ടേക്ക് നടന്ന്. അപ്പോൾ ഞാൻ മറ്റേ ചങ്ങാനോട് ചോദിച്ച് പോകാൻ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് വണ്ടി കൊണ്ടുവരാൻ. ഞാൻ അവിടെ കുറേ മുന്നോട്ടേക്ക് പോയി, 10 ആയി 20 ആയി 40 ആയി, ഒരു മണിക്കൂറായിട്ടും വരുന്നില്ല. പിന്നെ ഞാൻ വിളിച്ച് നോക്കി പോകുമ്പോൾ പറഞ്ഞ് ഓൻ കണ്ടച്ച വണ്ടിയിൽ ആരോ കയറി പോയി, വേറൊരു പാർട്ടിനെ പോയി കൊണ്ടുപോയി. അങ്ങനെ ഓൻ വേറെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് എത്തി. ഇവിടെ നിന്നാണ് കഥ പറഞ്ഞത്. ആ ഫ്രണ്ട് ഒരു 18-19 വയസ്സുണ്ടാവുന്ന ചെക്കനാണ്, ഒരു ആൾട്ടോ കാറും കൊണ്ടുവന്ന്. ഈ ചെക്കനെന്ന് പറഞ്ഞാൽ ഒരു പിരാന്തൻ ചെക്കൻ. ഓന് എന്തോ ഒരു ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചാറ്റ് ചെയ്തെങ്ങാണ്ട് ഈ വണ്ടി ഓട്ടി കൊടുക്കണേ. മലാനയിലെ റോഡ്, മലാനക്ക് ജരി വരെയുള്ള റോഡ് പോയവർക്കറിയാം. താഴോട്ടെങ്ങാനും വീണ് പോയാണ്ടല്ലോ, അജ്ജാതി കൊക്കേൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പുലിയാട്ടി കളിച്ച് പോകുന്നത്. അത് ഓരോ വളവിലൊക്കെ എത്തുമ്പോൾ നല്ല സ്പീഡ് പോകും. ഓരോ വളവിലെത്തുമ്പോൾ ഒരു കല്ല് വന്ന് മറ്റേ കല്ല് വലിയ ചാടുക. ഞാനാണെന്ന് വെച്ചാൽ ആകെ അങ്ങനെ ബേജാറാണ്. ഞാൻ മുന്നിലെ സീറ്റ് എത്തിക്കണം, ഞാൻ അങ്ങനെ ചവിട്ടുണ്ട് ബ്രേക്ക്. എല്ലാവരും ബ്രേക്കില്ലല്ലോ. അങ്ങനെ ആ തോതിലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ നല്ല ഗ്ലാസ്സിലൂടെ നോക്കി, ബാക്കിൽ ചെക്കന്മാർ ഇങ്ങനെ പാട്ടാടുന്നൊക്കെ ഉണ്ട്. ഞാൻ നല്ല ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ ആ മൂല ഡ്രൈവർ നേരെ ബാക്കിൽ ഇരിക്കണോണേ. ഓനാകെ മേടിച്ചിക്കാണ്ട് എത്തിരിക്കും. എൻ്റെ അതേ അവസ്ഥയാണ്. ഈ ചെങ്ങായിയാണ് ഇടയ്ക്ക് എന്ന് പറഞ്ഞൊരു ഒച്ച ഉണ്ടാക്കേണ്ടത്. ഒരു പുളി മൊയന്ത് കളി ചെങ്ങായി. ഞാൻ താഴത്തും കണ്ട് എത്തിയതും ഞാൻ പോയി കണ്ടു ഒരു ബസ്സർ കിട്ടി. നമ്മൾ നേരെ നമ്മളെ ഇവിടെ കുളുവിലേക്കാർ കയറി, കുളു നേരെ തല്ലി. പിന്നെ ഒന്നിനും നിന്നില്ല, കാരണം മൂടാർ പോയി. അച്ഛാൽ ജീവൻ തിരിച്ചിട്ട് ഹയർ എന്നുള്ളത് അങ്ങനത്തെ ട്രിപ്പായി പോയി. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പിശുക്കുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ നല്ല അനുഭവം കിട്ടും, അല്ലെങ്കിൽ നല്ല പണി.